മക്കളെ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള റൗണ്ട് 1 അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് കീം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അലോട്ട്മെൻറ്റ് കാണാൻ വേണ്ടി ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. അപ്പോൾ 7-ാം തീയതി വരെ കൊടുത്ത ഓപ്ഷനുകളുടെ ബേസിലാണ് ഈ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അവർ ട്രയൽ അലോട്ട്മെൻറ്റ് ഇട്ടിരുന്നു, പിന്നീട് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നിരുന്നു, ഇപ്പോൾ ഫൈനൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വ്യത്യാസമില്ല. ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കണം. ഇനി അതിൻ്റെ ഡീറ്റെയിൽ നോക്കുക. 1-ാം റൗണ്ട് അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ കുട്ടികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. ഈ സിയുടെ സൈറ്റിൽ കയറി കുട്ടികളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കയറിയാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ കാണാം. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവുള്ളൂ. കിട്ടിയ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് കാണാം. ഈ അലോട്ട്മെൻറ്റ് മെമ്മോ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കണം, പ്രിൻ്റ് ഔട്ട് കൊടുക്കണം. പിന്നീട് നമ്മൾ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യമായിട്ട് വരും. അതുപോലെ മറ്റൊന്നും കൂടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് കണ്ടിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ നോക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉണ്ട്, അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുമുണ്ട്, എന്നാൽ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മെമ്മോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിർബന്ധമായിട്ട് എടുക്കണം. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കുട്ടിയുടെ പേരുണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, അലോട്ട്മെൻറ്റ് കിട്ടിയ കോഴ്സ് ഏതാണെന്നുണ്ടാവും, ഏത് കോളേജിലാണ്, ഏത് കാറ്റഗറിയിലാണ് കിട്ടിയത്, എത്രയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. ഓക്കെ, എല്ലാ ഡീറ്റെയിലും ഉണ്ട്. നിങ്ങൾ എത്രയാണ് സിക്ക് അടയ്ക്കേണ്ടത് എന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള എൻട്രൻസ് കമ്മീഷർക്ക് അടയ്ക്കേണ്ട തുക, അതായത് ഫീസ് 9-ാം തീയതി തുടങ്ങി 12-ാം തീയതി, ജൂലൈ 12-ാം തീയതി വൈകിട്ട് 4 മണിക്കകം ഓൺലൈനായിട്ട് പേ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിശ്ചിത സമയത്തിനകം പ്രവേശന കമ്മീഷണർക്ക് ഫീസ് അടയ്ക്കാത്ത, അതായത് ഈ 12-ാം തീയതി 4 മണിക്ക് മുമ്പ് ഫീസ് അടയ്ക്കാത്ത കുട്ടികളുടെ ആ അലോട്ട്മെൻറ്റ് ക്യാൻസലാവും. കഴിഞ്ഞില്ല, ആ അലോട്ട്മെൻറ്റ് ക്യാൻസലാവും എന്ന് മാത്രമല്ല, നിലവിലുള്ള ഹയർ ഓപ്ഷനുകളും റദ്ദാവും. റദ്ദാക്കപ്പെടുന്ന ഓപ്ഷനുകൾ ഒന്നും 2-ാം ഘട്ടത്തിൽ കിട്ടുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 10-ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയതെന്ന് വിചാരിക്കുക. ഈ 10-ാമത്തെ ഓപ്ഷൻ കുട്ടി എടുത്തില്ലെങ്കിൽ 10-ാമത്തെ ഓപ്ഷനും പോവും, 9 തുടങ്ങി മേലേക്കുള്ള എല്ലാ ഓപ്ഷനും ക്യാൻസലാവും. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ചാൻസ് എന്ന് ചോദിച്ചാൽ, പുതിയ ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്താൽ മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക്, ഇപ്പോഴല്ല, പുതിയതായിട്ട് ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും കോളേജുകളോ കോഴ്സുകളോ ആഡ് ചെയ്യപ്പെട്ടാൽ ആ കോഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സമയം തരിക. നിലവിൽ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിന് വേണ്ടി ഓപ്ഷൻ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു കോളേജുകളും ഒരു ഓപ്ഷനും പിന്നീട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ഇത് ഫീസ് അടയ്ക്കണം. അടച്ചാലേ നിങ്ങളെ 2-ാമത്തെ റൗണ്ടിൽ പരിഗണിക്കൂ. എന്നാൽ നേരെ തിരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് എഞ്ചിനീയറിംഗ് വേണ്ട, ഫാർമസി മതി, അല്ലെങ്കിൽ മെഡിക്കലേ നോക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്ന് പുറത്തു പോവുള്ളൂ. ഫാർമസിയുടെയോ ആർക്കിടെക്ചറിൻ്റെയോ മെഡിക്കലിൻ്റെയോ അലോട്ട്മെൻറ്റുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പക്ഷേ എഞ്ചിനീയറിംഗിന് കിട്ടിയ സീറ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ല എങ്കിൽ, ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ, എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ ഹയർ ഓപ്ഷൻസും ക്യാൻസലാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും സീറ്റ് ആവശ്യമാണെങ്കിൽ നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കണം. ഞാൻ ഇഷ്ടപ്പെട്ട കോഴ്സല്ല, അല്ലെങ്കിൽ ഞാൻ അറിയാതെ വെച്ചതാണ്, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ചാലേ അടുത്ത റൗണ്ടിൽ നമുക്ക് അതിൻ്റെ ഹയർ ഓപ്ഷൻസിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ സാധാരണഗതിയിൽ പിന്നീട് റീഅറേഞ്ച് ചെയ്യാനൊക്കെ സമയം തരും. അപ്പോൾ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസിനെ മേലെ കൊണ്ടുവരികയൊക്കെ ചെയ്യാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഈ 10-ാമത്തെ ഓപ്ഷന് മേലെയുള്ള ഓപ്ഷനെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത് ഇപ്പോഴല്ല, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് താല്പര്യപ്പെടുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കണം. ഇനി സീറ്റ് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ വെയിറ്റ് ചെയ്യുക, അടുത്ത റൗണ്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഷെഡ്യൂൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ജൂലൈ 9-ാം തീയതി ഫീസ് അടയ്ക്കാനുള്ള സമയം ആരംഭിക്കുന്നു. ഓൺലൈനായിട്ട് അടച്ചാൽ മതി. ജൂലൈ 12-ാം തീയതി വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള സമയമുണ്ട്. അതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾ കോളേജിൽ ഇപ്പോൾ പോകേണ്ടതില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ചാൽ മാത്രം മതി. നിങ്ങൾ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യവും ഇപ്പോഴില്ല. ഒരു ഡോക്യുമെൻറ്റും കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ഫീസ് അടച്ചാൽ മാത്രം മതി. ഇനി ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ SC ST OEC ഒഴികെ ബാക്കി എല്ലാവരും ട്യൂഷൻ ഫീസിനോടൊപ്പം 1000 രൂപ കോഷൻ ഫീ ആയിട്ട് അടയ്ക്കണം. ഇതൊക്കെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. അതേപോലെ തന്നെ ഫീ വെയ്വർ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ 500 രൂപ അടയ്ക്കണം. ഇതൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളോട് സിക്ക് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു തുകയുണ്ടാവും. ആ തുകയാണ് അടയ്ക്കേണ്ടത്. നിങ്ങളത് ഫീ പേ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ ആ തുക റിഫ്ലക്റ്റ് ആവും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കും. അതുകൊണ്ട് ആ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ഫീ പേ ചെയ്താൽ മതി, വേറെ ഒന്നും നിലവിൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കുക. പിന്നെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾക്ക് സിയുടെ സൈറ്റിൽ അതിൻ്റെ PDF ഉണ്ട്, അതെടുത്ത് നോക്കാം. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലും അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ കാണാം. ഓക്കെ, ഇനി മറ്റ് അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.